ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ അഗസ്തീനോസിന്റെ ക്രൈസ്തവ സിദ്ധാന്തം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, തിരുസഭ കണ്ടിട്ടുള്ള പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനാണ് വിശുദ്ധ അഗസ്റ്റീൻ. ഇരുളിന്റെ പാതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്താനുള്ള പോരാട്ടത്തിൽ അഗസ്റ്റിൻ നിത്യസത്യമായ ദൈവത്തെ കണ്ടെത്തി ഒടുവിൽ അദ്ദേഹം തന്നെ കണ്ടെത്തുകയും ചെയ്തു. പുരാതനവും നവീനവുമായ നിത്യസൗന്ദര്യമേ, എത്ര വൈകി ഇന്ന് ഞാൻ അറിയുവാൻ. നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്ന് അദ്ദേഹം നിരന്തരം വിലപിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു, ഒരു ആത്മീയ പോരാട്ടമായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ നടത്തിയത്. പാണ്ഡിത്യത്തോടൊപ്പം അഗാധമായ എളിമയും ദൈവവചനത്തോടുള്ള അടങ്ങാത്ത ദാഹവും വിശുദ്ധ അഗസ്റ്റിനോസിൽ നമുക്ക് കണ്ടെത്താനാവും. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ദിനത്തിന്റെ ആഘോഷത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ അഗസ്റ്റിൻ എന്ന മഹാവിശുദ്ധനെയും അദ്ദേഹത്തിന്റെ ആത്മീയ ചിന്തകളെയും കുറച്ചുകൂടി നമുക്ക് അടുത്ത് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെ ദൈവത്തെ അന്വേഷിക്കുന്ന സുന്ദരമായ സന്യാസ ജീവിത ശൈലിക്ക് പ്രാധാന്യം നൽകിയ വിശുദ്ധ അഗസ്റ്റിൻ വചനവായനയും ധ്യാനവും ജീവശ്വാസം പോലെ പ്രധാനപ്പെട്ടതായി കരുതി. വിശുദ്ധ അഗസ്റ്റിനെയും അദ്ദേഹത്തിന്റെ ചിന്താധാരകളെയും മനസ്സിലാക്കുക എന്നത് കടലിനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ഒരു ശ്രമം നടത്തുന്നതിന് തുല്യമായിരിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ദേ ഡോക്ട്രീന ക്രിസ്ത്യാന, ഓൺ ക്രിസ്ത്യൻ ഡോക്ട്രിൻ പോലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒന്നാണ്. എന്തിനാണ് വിശുദ്ധ അഗസ്റ്റിൻ ഓൺ ക്രിസ്ത്യൻ ഡോക്ട്രിൻ അല്ലെങ്കിൽ ദേ ഡോക്ട്രീന ക്രിസ്ത്യാന എന്ന ഗ്രന്ഥം എഴുതിയത്? ഇതിലൂടെ വിശുദ്ധ അഗസ്റ്റിൻ എന്താണ് വിശ്വാസികളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? AD 397 വിശുദ്ധ അഗസ്റ്റിൻ ഈ ഗ്രന്ഥത്തിന്റെ രചന ആരംഭിച്ചത്. ഇതിനെ അദ്ദേഹം 4 പുസ്തകങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തില് 3 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി തീർത്തുവെങ്കിലും AD 426 4ാമത്തെ പുസ്തകം അദ്ദേഹം എഴുതി പൂർത്തിയാക്കുന്നത്. ഈ പുസ്തകം എഴുതാൻ ഏകദേശം അദ്ദേഹം ഒരു 30 വർഷത്തോളം എടുത്തു. എന്തിനെക്കുറിച്ചാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇത് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവവചനം എപ്രകാരം വായിക്കണം, എപ്രകാരം അത് മനസ്സിലാക്കണം, എപ്രകാരം പഠിക്കണം, പഠിപ്പിക്കണം, പ്രഘോഷിക്കണം എന്ന് അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ നമ്മോട് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും വിശുദ്ധ ഗ്രന്ഥ വായനയെ പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. അതായത്, ആസ്വദിക്കേണ്ടത് ഉപയോഗിക്കേണ്ടതുമായ 2 കാര്യങ്ങൾ ബൈബിൾ വായനയിൽ ഉണ്ടെന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്. ക്രൂയി എത്ത് ഊട്ടി എന്ന് അദ്ദേഹം ഇതിനെ വേർതിരിച്ചു പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥ വായനയിൽ ആസ്വദിക്കുന്നത് എന്ത്, ഉപയോഗിക്കുന്നത് എന്തെന്ന് വ്യക്തമായി വിശ്വാസികൾ മനസ്സിലാക്കണമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ വചനം തന്നെയായ ദൈവത്തെയാണ് നാം പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വചനം തന്നെയായ ദൈവത്തെയാണ് നാം ആസ്വദിക്കാൻ ശ്രമിക്കുന്നത്. ദൈവത്തെ കണ്ടെത്താനും ആസ്വദിക്കാനും വചന വായന നമ്മെ സഹായിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തെയാണ് നാം ഈ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ കണ്ടെത്തുന്നത്, ആസ്വദിക്കുന്നത്. ദൈവത്തിൽ മനുഷ്യാത്മാവ് പൂർണ്ണമായും സംതൃപ്തി കണ്ടെത്തുന്നു എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ നമ്മോട് പറയുന്നത്. ബൈബിളിലെ ഭാഷയും ചരിത്രവും യുക്തിയും വസ്തുക്കളും വ്യക്തികളും സ്ഥലങ്ങളും പ്രതീകങ്ങളും എല്ലാം നമ്മെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന, ദൈവത്തെ ആസ്വദിക്കുന്നതിന് സഹായിക്കുന്ന ചൂണ്ടുവലകളാണെന്ന് അഗസ്റ്റിൻ നമ്മോട് പറയുന്നു. ഈ ചൂണ്ടുവലകളെല്ലാം തിരുവെഴുത്തുകൾ തെറ്റുകൂടാതെ മനസ്സിലാക്കുന്നതിന്, അത് വ്യാഖ്യാനിക്കുന്നതിനൊക്കെ നമ്മെ സഹായിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും ശരിയായി മനസ്സിലാക്കുക എന്നത് പ്രധാനപ്പെട്ടത് ആണ്. എങ്കിൽ തന്നെയും അഗസ്റ്റിൻ കൂട്ടിച്ചേർക്കുകയാണ്, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെടുക എന്നത് അതിനേക്കാൾ വളരെ പ്രധാനമാണെന്ന്. വിശുദ്ധ ഗ്രന്ഥം പഠിക്കുകയും വായിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും സ്നേഹത്തിന് വളരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഈ വിശുദ്ധം പറയുകയാണ്, വിശ്വാസികൾ അല്ലെങ്കിൽ വചനം പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ ഇനിയും ബൈബിൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന്, അതായത് ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന്. അതിനാൽ നിർമ്മലമായ ഹൃദയത്തോടും പ്രാർത്ഥനയോടും ഭയത്തോടും ഉറവലോടും കൂടി വേണം നാം വചനത്തെ സമീപിക്കുവാനായിട്ട്.
ദൈവവചനം എളുപ്പത്തിൽ എല്ലാവർക്കും വ്യാഖ്യാനിക്കാനും വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒന്നല്ല. അതിന് നിരന്തരമായ പരിശ്രമം വേണം, ജ്ഞാനം വേണം, മനനം വേണം. വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കാനും പഠിക്കാനും പഠിപ്പിക്കുവാനും വലിയ ദൈവകൃപ ആവശ്യമാണെന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്. എനിക്ക് ദൈവത്തിന്റെ കൃപ മതി, എനിക്ക് വിശ്വാസം മാത്രം മതി, ബൈബിളിന്റെ വലിയ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒന്നും തപ്പിപ്പോകേണ്ടതില്ല എന്നാണ് ഒരുവൻ ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബൈബിൾ വായിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദൈവസ്നേഹത്തിലും അന്യസ്നേഹത്തിലും വളരുന്നത്. ചരിത്രവും ഭാഷയും പ്രതീകങ്ങളും ഉപയോഗിച്ച് വചനം പഠിപ്പിക്കുക. അപ്പോൾ വചനത്തിന്റെ ആന്തരിക അർത്ഥവും ആലങ്കാരിക ശൈലികളും വായിക്കാനും വ്യാഖ്യാനിക്കാനും നമുക്ക് സാധിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം സ്നേഹത്തിലേക്ക് നയിക്കുന്ന വഴിയാണെന്ന് പറയുന്ന അദ്ദേഹം ബൈബിൾ വ്യാഖ്യാനങ്ങളിലും വിശ്വാസ സത്യഗ്രന്ഥങ്ങളുടെ രചനയിലും തന്റെ തൂലിക ചലിപ്പിച്ചു. ദൈവം, കൃപ, പാപം, സ്വതന്ത്ര ഇച്ഛ ഇവയെക്കുറിച്ച് ഇന്ന് വരെ നടത്തിയിട്ടുള്ള ദൈവശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ ഈ മഹാവിശുദ്ധന്റെ എഴുത്തുകളാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ക്രിസ്തീയ സിദ്ധാന്തം എന്ന ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥ വായനയുടെയും വ്യാഖ്യാനത്തിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്നതോടൊപ്പം ഓരോ മനുഷ്യനും ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും ദൈവത്തിൽ വിനയം പ്രാപിക്കുന്നതുവരെ ഓരോ മനുഷ്യന്റെ ഹൃദയം അസ്വസ്ഥമാണെന്നും വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നു. 100-ലധികം പുസ്തകങ്ങളും 200-ലധികം ലേഖനങ്ങളും 500-ലധികം പ്രസംഗങ്ങളും സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള വിശുദ്ധ അഗസ്റ്റിൻ സഭാപിതാക്കന്മാരിൽ വച്ച് ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളുടെ രചയിതാവായി കണക്കാക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളെല്ലാം ദൈവത്തെ അറിയുവാനും സഭയെ പണിതുയർത്തുവാനും തെറ്റിനെതിരെ പോരാടുവാനും വേണ്ടി നടത്തിയിട്ടുള്ളവയാണ്. ബൈബിൾ വെറും അറിവിന്റെ പുസ്തകമല്ല. അത് വചന വായിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരുടെ ഹൃദയങ്ങൾ ഒരുപോലെ ദൈവത്തിലേക്ക് ചലിപ്പിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പുസ്തകമാണ്. ദൈവവചനം നിരന്തരം വായിച്ചും പഠിച്ചും നമുക്ക് ഒരു സ്നേഹ സംസ്കാരം വളർത്തിയെടുക്കുന്നവരാകാം. നമുക്ക് മനുഷ്യരെയും ദൈവത്തെയും സ്നേഹിക്കുന്നവരാകാം. അതിനുവേണ്ടി നമുക്ക് വചനത്തെ സമീപിക്കാം. നമുക്ക് വചനത്തിന്റെ ഉപാസകരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും വിശുദ്ധ മോനിക്കയുടെയും വിശുദ്ധ അഗസ്റ്റിന്റെയും തിരുനാൾ ആശംസകൾ, പ്രാർത്ഥനകൾ.